ആ മാലിക്കാർ കൊണ്ടുപോയിട്ട് ഒരു മതിലിടിച്ചു. ശരിയാണോ? ഹായ്, നമ്മളിന്ന് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. നമ്മുടെ ടീംസ് മൊത്തം ഉണ്ട്. എന്തിനാണ് ഈ നയന മനോഹര തീരത്ത് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് വെച്ചാല്, ഒരുപാട് OTT പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ വീക്ഷിച്ചിട്ടുള്ള സ്പീഡ് ഓഡിയോസിന് വേണ്ടി ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ പകർത്തിയ 2 ടീംസ് ഇവിടെ ഉണ്ട്. ഒന്ന് ഡയറക്ടർ, ഒന്ന് അതിന്റെ കഥയും തിരക്കഥയും എഴുതിയത്. ഇവർ ആദ്യം ചെയ്ത ക്രൂസിദർ എന്നൊരു ഫിലിം ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടായ ബോസ്കോ, അതിന്റെ പ്രൊമോഷനായിട്ടാണ് നമ്മളിവിടെ ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടായ ക്രൂസിദർ വന്നതിന് ശേഷം അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ബോസ്കോ. പക്ഷേ നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ടത് ക്രൂസിദറിന്റെ ഡയറക്ടർ നമ്മുടെ മുനവർ. എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ ഫസ്റ്റ് പാർട്ടായ ക്രൂസിദർ ഞാനാണ് ഡയറക്റ്റ് ചെയ്തത്. അത് സ്പീഡ് എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 3-4 ഷോർട്ട് ഫിലിമുകൾ ഞങ്ങൾ ചെയ്തു. അതിൽ ഇന്ത്യൻ ബോയ് എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഫൈസൽ ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ഞാൻ ചെയ്ത 7ഓളം ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ഫൈസൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫൈസലിനോട് പറയുകയുണ്ടായി, ഇത് നീ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ നേരത്തെ അദ്ദേഹം പറഞ്ഞു, വേണ്ടടാ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, നീ തന്നെ ചെയ്യ്, ഞാൻ പിന്നീട് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ കൂടെ ഡയറക്ഷനിൽ കട്ടക്കായിട്ട് അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഡയറക്ഷൻ്റെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ബോസ്കോയുടെ സ്ക്രിപ്റ്റുമായി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ, ഫൈസൽ, ജാന്, ഞങ്ങൾ എന്നും ഇരിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിനക്ക് ഡയറക്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനോ ഒക്കെ ഇവിടെ നിർബന്ധിച്ച് പറഞ്ഞു, നീ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കാര്യത്തിനും നിൻ്റെ കൂടെ ഉണ്ടാവും, നീ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ബോസ്കോ പിറന്നത്. ബോസ്കോയുടെ എല്ലാ പണികളും കഴിഞ്ഞു, റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. ബോസ്കോ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ കൂടെ കട്ടക്ക് നിന്ന ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാവരും. ഇത് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ആയിട്ടില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ചിത്രം മുമ്പോട്ട് കൊണ്ടുപോയത്. അതിന് ഞാൻ എൻ്റെ വ്യക്തിപരമായുള്ള ഇതിലും നമ്മുടെ ടീമിൻ്റെ പേരിലും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു നന്ദി ആദ്യം പറയുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡയറക്ടറായ മിസ്റ്റർ ഫൈസൽ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ബോസ്കോ പിറന്നു അല്ലേ? ഇനിയിപ്പോൾ ബാക്കിയുള്ളവരും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കണം. ആദ്യമായിട്ടല്ല തിരക്കഥയും കഥയും ഒക്കെ എഴുതുന്നത്, പക്ഷേ സംവിധാന രംഗത്തേക്ക് ആദ്യമായിട്ടാണ്. ഗുരു അടുത്തുണ്ട്. എന്താണ് നമ്മുടെ ബോസ്കോയെ പറ്റി പറയാനുള്ളത്? ബോസ്കോ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പുതിയ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബോസ്കോ ഇത്രയും പേരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനിയെല്ലാം പ്രേക്ഷകർ തീരുമാനിക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇതിലെ അനുഭവങ്ങൾ എൻ്റെ കൂടെ നിന്ന് അഭിനയിച്ചവർക്കറിയാം, അഭിനേതാക്കൾ. ഞാൻ ഫുള്ള് എക്സ്പീരിയൻസ് ആയ ഒരാളൊന്നല്ല, എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനിയൊക്കെ ഇവർ പറയണം എൻ്റെ കഴിവ് എങ്ങനെ ഉണ്ടെന്നും, പിന്നെ പ്രേക്ഷകർ തീരുമാനിക്കണം. അതൊക്കെയാണ്. ഇതുവരെ ഞാൻ കഥ എഴുതലുണ്ടായിരുന്നുള്ളൂ, ആദ്യത്തെ ഡയറക്ഷനാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഇവരെല്ലാവരും എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഒരു ഫൈനലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ പ്രതീക്ഷയുള്ളൊരു പ്രൊജക്റ്റാണ് നമ്മൾ ആദ്യ ഡയറക്ഷൻ. അത്രയേ ഉള്ളൂ. ഇനി ഇവർ പറയട്ടെ കാര്യങ്ങളൊക്കെ. നമ്മുടെ മുനവർ, ഫൈസൽ, ആ കൂട്ടുകെട്ട്, ജാൻ, ഇതിൽ പോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവരോടൊപ്പം കട്ടക്ക് നിൽക്കുന്ന ഒരു ഗുരുതുല്യൻ കാർന്നവർ, ഈ ഭാഗത്തൊക്കെ കൂടെ നിന്ന് ഒപ്പം നിൽക്കുന്ന നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ കലാകാരനാണ് റസാഖ് സാർ. റസാഖ് സാർ ആദ്യത്തെ ക്രൂസിദറിൽ അച്ഛൻ്റെ വേഷം, ഒരു ഫാദറിൻ്റെ വേഷം, അത് പ്രേക്ഷകർ ഒന്നാകെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു വേഷമാണ്. കാരണം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഷൂട്ടിംഗ് ടൈമിൽ പള്ളിയിൽ അച്ഛൻ വരെ മാറി നിന്നുപോയി ഒരു പുതിയൊരു അച്ഛനെ കണ്ടപ്പോഴത്തേക്ക്. ആ ഒരു പെർഫോമൻസ് എങ്ങനെയാണോ, അതിനുശേഷം ബോസ്കോയ്ക്ക് ഉണ്ടാക്കിയ അനുഭവം, ഇതൊക്കെ കൂടെ സാർ ഒന്ന് വിവരിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലാക്കാമായിരുന്നു. ഹായ്, നമസ്കാരം. റസാഖാണ്, ഗുരുവായൂർ. പ്രിയമുള്ളവരെ, ബോസ്കോ എന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് അതിൻ്റെ ഒന്നാം ഭാഗമായ ക്രൂസിദർ എന്ന് പറഞ്ഞ സിനിമയുടെ
അല്പം വിശേഷങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ എന്ന ഒരു അച്ഛൻ്റെ വേഷമാണ് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് 3 കാലഘട്ടമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെറുപ്രായം, അതിനോട് തൊട്ടുള്ള പ്രായം, അല്പം കൂടിയും കഴിഞ്ഞിട്ടുള്ള പ്രായം. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു തന്നെ അതിൻ്റെ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ക്രൂശിതർ ഒരുപാട് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ വിജയങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ ഒരുപാട് ഒത്തുകൂടുകയും അതുപോലെ പല കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ നടന്നു കഴിഞ്ഞൊരു സിനിമയാണ് ക്രൂശിതർ. ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ അതിൻ്റെ കഥാകൃത്തായ ഫൈസൽ സംവിധാന രംഗത്തേക്ക് കാലൂന്നുകയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം നന്നായിട്ട് തന്നെ അത് സംവിധാനം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അതിൻ്റെ ഇൻട്രോ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെല്ലാം വളരെ ഭംഗിയായി വന്നിട്ടുണ്ട് എന്നാണ് കൂടുതൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും എനിക്ക് കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. ഇത് അടുത്ത ദിവസം തന്നെ റിലീസാവും. തുടർന്ന് നിങ്ങൾ കാണുക. ഹായ്. ഓക്കെ സാർ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നേക്കാണ്. അതെ അതെ ക്രൂസിയർ ഫസ്റ്റ്, സെക്കൻഡ് ബോസ്കോ. അപ്പൊ സാറ് തന്നെയാണ് ബോസ്കോ അല്ലേ? അതെ. നമ്മുടെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നമ്മുടെ ജാൻ വീണ്ടും പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വീണ്ടും നായകനായിട്ട് വന്നേക്കാണ്. നമ്മുടെ ജാനാണ് അടുത്തായിട്ട് നമ്മുടെ ഈ എക്സ്പീരിയൻസ് എന്തായിരുന്നു പഴയ ക്രൂസിയറിൽ നിന്ന് പുതിയ ബോസ്കോയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള എക്സ്പീരിയൻസ്? ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് ക്രൂശിതർ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതിനേക്കാൾ കൂടുതൽ ഒരു ആക്ഷനാണ്. അപ്പോൾ ആക്ഷൻ സീക്വൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്യണതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റണ മാതിരിയൊക്കെ ഞാൻ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫൈസൽ സാർ ഒരു പുതിയ ആളാണെന്നൊന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല. പിന്നെ മനോഹർ സാറിനെ പറ്റി ഞാനൊന്നും പറയണ്ട. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങളിങ്ങനെ മൂന്നാലാൾ എല്ലാവരും ആരും പുറത്തല്ല. അപ്പം എന്നെ കൊണ്ട് പറ്റണ മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ വിശ്വാസം. പഴയ നായകന്റെ ആക്ഷനെ കാട്ടി കൂടുതൽ ഇതിനകത്ത് ആക്ഷൻ സീനുകൾ ഒരുപാട് എന്ന് പറയാം. അതിനു മുമ്പ് അത് മരണപ്പെട്ടു പോകുന്ന ക്യാരക്ടറായിരുന്നു. പിന്നെ ആ ബെന്നി എന്ന് പറയുന്ന ആളെ മകൻ മനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അത് എന്നെ കൊണ്ട് പറ്റണ മാതിരിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കാണുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ. അടുത്ത നമ്മളുടെ ബോസ്കോയിലെ പ്രധാന കഥാപാത്രം, അതായത് നായിക ട്രീസ. മോളുടെ പേര് അമീഷ. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ കലാമണ്ഡലത്തില് BPA മോഹിനിയാട്ടം ചെയ്യാണ്. ഇതില് ട്രീസ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര കാലം ചെയ്ത ക്യാരക്ടേഴ്സിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ട്രീസ എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയ എൻ്റെ ടീമിന് ആദ്യം താങ്ക്സ് പറയാണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുക. എന്തായാലും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും ബോസ്കോ. എങ്ങനെയുണ്ട് നമ്മുടെ നായകൻ? അടിപൊളിയല്ലേ? അടിപൊളിയാണ് അല്ല, കാണാനല്ല, ഒരു തമ്മിലുള്ളൊരു കുഴപ്പമൊന്നുമില്ല. ഡയറക്ടറാണ് അപ്പോൾ മോശം? അല്ല, മുനോർ സാറില്ലായിരുന്നു എല്ലാത്തിനും കൂടെ, കട്ടയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗുരു എല്ലാത്തിനും ഉണ്ടായിരുന്നു. പ്രസൂത അല്ലേ? എന്തായിരുന്നു നമ്മുടെ ക്യാരക്ടർ? അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ബീന പറഞ്ഞ ക്യാരക്ടറാണ്. ട്രീസന്റെ ഫ്രണ്ട് ആയിട്ടാണ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതേപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടില്ല. ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, നമ്മൾ വന്ന് ചെയ്യണു, ഭയങ്കര എല്ലാവരുടെ അടുത്തും ഒരു ഷൂട്ട് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഹാപ്പിയാണ്. അതെ അതെ. നമ്മുടെ ഇത് എത്രത്തോളം ഇതിന്റെ വിജയം ഷുവറായിട്ടും എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഇവര് ആദ്യമായിട്ട് ചെയ്യല്ല, ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഒരുപാട് പേര് കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതും തീർച്ചയായിട്ടും അതെ. നമ്മുടെ മുനവർ ഫൈസൽ അതേപോലെ തന്നെ ജാന്റെ കൂട്ടുകളിൽ പിറക്കുന്ന ഓരോ സിനിമകളും അവർ കുറേ പ്രാധാന്യം നൽകുന്ന ഒരു സംഭവമുണ്ട്. ഒന്ന് ഫൈറ്റ് അല്ലേ? ഫൈറ്റിന് അത്യാവശ്യം നല്ല പ്രാധാന്യം നൽകുന്നതാണ്. അതേപോലെ തന്നെ വില്ലൻ വേഷങ്ങൾ. നമ്മളുടെ ക്രൂസിതറിലെ വില്ലൻ വേഷം ചെയ്ത റെജിയുടെ ആ വില്ലൻ വേഷം പ്രേക്ഷകർ ഒന്നാകെ എടുത്തു വെച്ചൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് ഈ ഫിലിമിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് റെജി ആദ്യം പ്രായം കുറവായിരുന്നു, ഇപ്പോൾ വീണ്ടും പ്രായമൊക്കെ വന്നു, ആളുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ ചെറിയ വ്യത്യാസം വന്നു. പക്ഷേ എങ്കിലും രൂപത്തിലും ഭാവത്തിലും മാത്രമേ ഉള്ളൂ. ആ മനസ്സ്, ആ പഴയ വില്ലൻ കഥാപാത്രം ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോസ്കോയിലും നമ്മുടെ റെജിയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ റഹ്മാൻ പോക്കർ, എന്താണ് ഇതിലെ വില്ലൻ കഥാപാത്രത്തിന്
നമ്മൾക്ക് നൽകാൻ കഴിഞ്ഞത് എന്താണ്? ഈ കൂട്ടുകെട്ടിനേറ്റ് ആദ്യമായിട്ടാണ് അഭിനയ ആഗ്രഹത്തിൽ ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമായിട്ടുള്ളത്. എന്തായാലും ഇതിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്, കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം, ആ തന്ന കഥാപാത്രത്തെ എനിക്ക് സാധിക്കുന്ന രൂപത്തിൽ മാക്സിമം നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നവർ കാണികളാണ്, പ്രേക്ഷകരാണ്. പ്രേക്ഷകർ വിലയിരുത്തട്ടെ. എന്തായാലും നെഗറ്റീവ് കഥാപാത്രം ചെയ്യാൻ തന്നെയാണ് താല്പര്യം. അതിനനുസരിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ഇവർ തന്നിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ നെഗറ്റീവ് അല്ല, വളരെ പോസിറ്റീവാണ്. എന്തായാലും എല്ലാവരും കാണുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ നോട്ട് ചെയ്തു പോവുക, അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇനി നിങ്ങളുടെ കയ്യിലാണ്, പ്രേക്ഷകരുടെ കയ്യിലാണ്. വിധികർത്താക്കൾ നിങ്ങളാണ്, സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നന്ദി. മുന്നോട്ട് സാറിന്റെ എല്ലാ ഒട്ടുമിക്ക ഫിലിമുകളിലും ഉള്ള അല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബോസ്കോ പുതിയ പരിപാടികൾ? ബോസ്കോ ക്രൂശിതറിൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ടാണല്ലോ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ക്രൂശിതറിൽ ഞാൻ ഒരു കോൺട്രാക്ടർ വിശ്വനാഥൻ എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇതാണ് ബോസ്കോ എന്ന ചിത്രം. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത്, നമ്മൾ ഇതിനു മുന്നുള്ള 8-9 ചിത്രങ്ങളിലേക്ക് തിരക്കഥാ സംഭാഷണം എഴുതിയ ഫൈസൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം മുമ്പുള്ള ചിത്രങ്ങളിലൊക്കെ തിരക്കഥ എഴുതി അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല ഫൈസൽ. കാരണം അത് സംവിധായകൻ്റെ ഒപ്പം പടം അവസാനിക്കുന്നവരെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം സംവിധാനത്തിലും വളരെ എക്സ്പീരിയൻസ് ആണ്. കാരണം അത് ഈ ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഡയറക്ഷനിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് വളരെ ഭംഗിയായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സിനിമ ഇറങ്ങിയാൽ കാണുക. ഏറ്റവും നല്ലൊരു ചിത്രം തന്നെ ആയിരിക്കും ഇത്. ഉണ്ണേട്ടാ എങ്ങനെയുണ്ട്? സുഖം അല്ലേ? ആദ്യം മുതലേ നമ്മുടെ ബോസ്കോ ടീമിന്റെ കൂടെ ഏറ്റവും ആദ്യം മുതലേ ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ഒരു വേറൊരു ഫിലിം പകുതി വെച്ച് നമ്മൾ ഷൂട്ട് പകുതി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഉണ്ണിയേട്ടൻ്റെ നല്ലൊരു കഥാപാത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബോസ്കോയിലേക്ക് വന്നപ്പോഴത്തേക്കുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ അവിടെ നടന്ന്, അതൊക്കെ ഒന്ന് വിശദീകരിച്ചു. ബോസ്കോയില് ഞാൻ ഗാംഗില് ക്രൂശിതറിലില്ലാതെ ബോസ്കോയിൽ വന്ന ഒരാൾ ചിലപ്പോൾ ഞാൻ മാത്രമേ. അതെ, ഞാൻ ബോസ്കോയിൽ മാത്രമേ ഉള്ളൂ. ബോസ്കോയില് ഈ നായകന്റെ ഒരു ബാംഗ്ലൂരിലൊരു കെയർടേക്കർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു അകന്ന ബന്ധുവായിട്ടൊരു സണ്ണിച്ചായൻ എന്ന റോളാണ്, ചെറിയ റോളാണ്. പക്ഷേ ഈ ബോസ്കോനെ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവരുടെ മേക്കിംഗ് വളരെ ഫാസ്റ്റ് കട്ടിങ്ങും അതുപോലെ പുതിയ പുതിയ ചടുലമായ ക്യാമറ ഷോട്ടുകളും ചടുലമായ രീതികളൊക്കെ വളരെ എന്നെ ആകർഷിച്ചൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഫിലിമായിട്ട് സഹകരിക്കുക എന്നുള്ളത് നമ്മളെ കാരിയറിൽ നമുക്ക് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ്. ആ നിലയ്ക്ക് ബോസ്കോ എനിക്ക് ഒരു പുതിയ ചുവടുവെപ്പാണ്, പുതിയൊരു മാറ്റമായിരിക്കും. ഞാൻ വളരെ പ്രതീക്ഷയോടെ കാണുന്നൊരു സിനിമയാണ് ബോസ്കോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ്, എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ബോസ്കോ. മുകളിൽ പോകും. പിന്നെ ഓക്കെ, പോണം. ഓൾ ദ ബെസ്റ്റ്. ബോസ്കോയുടെ ഒപ്പമുള്ള അല്ലേ രണ്ട് കട്ട സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും. ബോസ്കോയ്ക്ക് ഒപ്പമുള്ള കട്ട സുഹൃത്ത്, അതേപോലെ തന്നെ നമ്മുടെ ബോസ്കോയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന വില്ലൻ കഥാപാത്രത്തിൻ്റെ ഏറ്റവും സൂപ്പർ വേർഷൻ, നല്ല താടിയൊക്കെ വെച്ച് കമ്മലൊക്കെ ഇട്ട നല്ല സൂപ്പർ വില്ലനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു 3 പേർക്കൂടെയുള്ള ആ ഒരു അതായത് നായകൻ്റെ കൂട്ടുകാർ, വേറൊരാൾ നായകൻ്റെ വില്ലൻ, ഈ ഒരു പരുവത്തിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ബോസ്കോൻ്റെ വലങ്കൈയായിട്ടാണ് ഇതിലുള്ളത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സ്റ്റണ്ട് സീൻ ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഈ ക്രൂവിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്രൂവിൻ്റെ കൂടെ ഇത് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നല്ലൊരു പ്രതീക്ഷയുള്ളൊരു വർക്കാണിത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് അഭിപ്രായം. സ്വീകരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. നമസ്കാരം, ഞാൻ സന്തോഷ്. ആദ്യമായി വലിയൊരു നന്ദി പറയാണ് സാറന്മാരോട്. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഒരു എനിക്ക് വില്ലനായി ചെയ്തിട്ട് വലിയ ശീലമൊന്നുമില്ല, പക്ഷേ എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സപ്പോർട്ടും തന്ന 2 സാറുമാരാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുക, കണ്ടു വിലയിരുത്തുക. നല്ല കലാകാരനല്ലേ, വരയ്ക്കുമല്ലേ ചെറുതായിട്ട്. നമ്മൾ ഷൂട്ടൊക്കെ അതിമനോഹരമായി തന്നെ ഷൂട്ടൊക്കെ നടന്നു. എനിക്ക് പറയാനുള്ളത്, ബോസ്കോ ഷൂട്ട് ചെയ്യണ ഇടയിൽ ഞാൻ നമ്മുടെ ഹീറോയിനോട് ചോദിച്ചു, നിനക്ക് ഡ്രൈവിംഗ് അറിയുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പെർഫെക്റ്റായി വണ്ടി ഓടിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു മാരുതി കാർ ഉണ്ടായിരുന്നു. ആ മാരുതി കാർ കൊണ്ടുപോയിട്ട് ഒരു മതിലിടിച്ചു. ശരിയാണോ? ആ കല്ല് കണ്ടില്ല, ആ കല്ല് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. അല്ല പക്ഷെ ഇവര് പറഞ്ഞ് ബ്രേക്ക് ആക്സിലേറ്റർ ചവിട്ടിയെന്ന് പറഞ്ഞു. അതാണോ സത്യം? പക്ഷെ മുൻവർ ഭായി പറഞ്ഞത്
ബ്രേക്ക് ആകുമ്പോണ്ട് ആക്സിലേറ്റർ ചവിട്ടിയതാണ് പറ്റിയ പ്രശ്നം. ബ്രേക്ക് ഇല്ലായിരുന്നു. എന്തായാലും സംഭവം ഓക്കെ ആക്കി. ഇതില് വേറെ രസകരം എന്ന് പറഞ്ഞാല് ഒരു ഫൈറ്റ് സീൻ ചെയ്തത് ഇതിൽ അഭിനയിച്ച ഒരു വില്ലൻ സീൻ അഭിനയിച്ച കാതർക്കാട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മൂപ്പര ഒരു വലിയ സെറ്റപ്പാണ് വീടൊക്കെ. അപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഓരത്ത് വെച്ചിട്ടാണ് ഫൈറ്റ് സീൻ ചെയ്തിരുന്നത്. ഇതിനിടയിൽ അബദ്ധത്തിൽ മൂപ്പര് സ്വിമ്മിംഗ് പൂളിൽ വീണ്. പക്ഷെ ഞങ്ങളെ ക്യാമറമാനും ഡയറക്ടറും അത് സിനിമയിൽ വരുമ്പോ അബദ്ധമാണോ അതോ അത് പറ്റിപ്പോയതാണോ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തണം. കാരണം അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചിത്രത്തിലുണ്ട്. അപ്പൊ നമുക്ക് പ്രേക്ഷകർ ഇപ്പോഴേ കൊടുത്തേക്കാത്. ശ്രദ്ധിക്കണം എന്ന് ആദ്യം തന്നെ നമുക്ക് കൊടുക്കാം. ഇൻട്രോയിൽ അത് ഇരിക്കട്ടെ. നമ്മുടെ സിനിമയില് വളരെ കഷ്ടപ്പെട്ട് ഫൈറ്റിങ് ചെയ്തത് ഭയങ്കര നമ്മള് കൂട്ടായി ബീച്ചില് ഭയങ്കര ചൂട്, അതായത് ഒരു മണി ആ ടൈമിൽ ഭയങ്കര ചൂടുള്ള ടൈമിലാണ്. ആ ടൈമിൽ അദ്ദേഹം കടപ്പുറത്ത് കിടന്ന് വളരെ കഷ്ടപ്പെട്ടിരിക്കണ് അല്ലേ? ഇതിന്റെ ഭാഗമല്ലേ ചെറുമാതിരിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ വളരെ താമസിച്ചിട്ട് രാത്രി 1 മണി വരെ ഒരു മിനിറ്റ് ആ സാധുവിന് ഞാനൊരു ചവിട്ട് കൊട്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല നെഞ്ഞത്ത്. അത് ഭയങ്കര അനുഭവമാണ്. എനിക്ക് പറ്റണ്ടേ എത്ര പ്രാവശ്യം ആ ഷോട്ട് പോയത് അല്ല, അങ്ങനെയുള്ള ചവിട്ടുകളൊക്കെ കിട്ടണം. സാധാരണ ഒരു സിനിമയിൽ നമുക്ക് ഇത്രയും സ്റ്റണ്ട് രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് അതിന് ഡൂപ്പിട്ടിട്ടൊക്കെ ആയിരിക്കും. സത്യത്തിൽ ഇതിൽ നമ്മളെ നായകനെ തന്നെ ആ വേഷം ചെയ്തു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. യാതൊരു ഡൂപ്പും ഇല്ലാതെ വളരെ ഡയറക്റ്റായിട്ട് തന്നെ അദ്ദേഹം അതിനെ ഏറ്റെടുത്തിട്ട് ചെയ്തു എന്നുള്ളത് വളരെ വളരെ പ്രശംസനീയമാണ്. തീർച്ചയായിട്ടും അതിനുള്ള അഭിനന്ദനങ്ങൾ. അതേമാതിരി നമ്മളെ റഹ്മാൻ ഖാ നമ്മളെ സിനിമയിൽ ഒരു ഷോട്ട് ഉണ്ട്. പക്ഷെ അദ്ദേഹം ഞാൻ പറഞ്ഞു സ്വിമ്മിംഗ് പൂളിലേക്ക് നിങ്ങൾ വീഴേണ്ടത്, പക്ഷെ വളരെ സാഹസികമായിട്ട് അദ്ദേഹം ആ ഷോട്ട് ഭയങ്കര ഗംഭീരമായിട്ടാണ് ചെയ്തത്. ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയാൻ പാടില്ല. കാരണം പ്രേക്ഷകർ കാണുമ്പോ കണ്ടു വിലയിരുത്തണം. ഒറിജിനൽ ആണെന്ന് വിചാരിക്കണം. കാരണം നമ്മളിതിൽ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു. ഒപ്പം തന്നെ ഈ ക്രൂ, ഇത് ഈ ഒരു സൗഹൃദം ചിലപ്പോൾ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ട് ഞാനും റസാഖയൊക്കെ ചെറുതാണെങ്കിലും ഉണ്ട്. ഞങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഞങ്ങളെ. പക്ഷെ അതിലൊന്നും കിട്ടാത്തൊരു സന്തോഷവും സംതൃപ്തിയും ഈ സിനിമ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു പച്ചയായ കുറെ മനുഷ്യരുടെ ആഗ്രഹത്തിൽ വരുന്ന ഒരു സിനിമയാണ്. നല്ല കലാസക്തിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇനി യാതൊരു തർക്കവും ഇല്ല. എല്ലാവരും കാണുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. സ്പീഡ് എന്റർടൈൻമെന്റ്. എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഒരാഴ്ചക്കകത്ത് ഈ സിനിമ റിലീസ് ഉണ്ടാവും. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞില്ല, അത് നമ്മളെല്ലാരും സപ്പോർട്ട് കൊണ്ടാണ് ഈ സിനിമ വന്നത്. ഇനി സാമ്പത്തികമായിട്ടൊക്കെ എല്ലാരും സഹകരിച്ചിട്ടാണ് വന്നത്. റഹ്മാൻക്ക്, റസാഖ് ഭായി എല്ലാരും മാക്സിമം നമുക്ക് സഹകരിച്ചിട്ടാണ് ഈ സിനിമ നമുക്ക്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് കിട്ടിയ ലൊക്കേഷനൊക്കെ ഭയങ്കര രസകരമായ, ഞാൻ മനസ്സിൽ കണ്ട ഒരുപാട് ലൊക്കേഷൻസ് ഇതിന് കിട്ടിയിട്ടുണ്ട്. അത് ഒരു വലിയൊരു, നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കണ ഈ ലൊക്കേഷൻ വരെ നമ്മുടെ ഈ സിനിമയില് നമ്മളെ ഒരു ലൊക്കേഷനാണിത്. പിന്നെ നമ്മള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണിയേട്ടനായാലും ഒക്കെ വണ്ടിയായിട്ട് ഓടുമ്പോഴും ഇടയ്ക്ക് പറയും ഒരു 500 രൂപ കണ്ണടിക്കുന്നു. ഞങ്ങൾ പറയും ഇല്ല, ഓടിക്കോളൂ, ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ. ഈ കാണുന്ന ബിൽഡിങ്ങിൽ വെച്ചിട്ട് ഒരാളെ ഒരു മർഡർ സീൻ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ഈ ലൊക്കേഷൻ ഇട്ട് തന്നിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് വരാൻ പറ്റിയത്. കാരണം ഇതിൽ വന്നിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം ഒരുപാട് സിനിമയിൽ കണ്ടു മറന്ന ഒരു മുഖം ഈ ബിൽഡിങ്ങിൽ കാണുകയും അത് ഒറിജിനലായിട്ട് അവിടെ ജീവിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. നമ്മളെ ഈ കാദർഖാന്റെ വീട്ടിൽ കുളം, ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ വൈകുന്നേരമാണല്ലോ എത്തിയത്. അപ്പോ ആ വീട്ടിലെ അപ്പോ അല്ലല്ലേ അങ്ങനെ അകത്ത് ഭയങ്കര ഷൂട്ട് 3-4 ടേക്ക് ഇട്ടിട്ടും ശരിയാവണില്ല. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ മൂപ്പര് അവിടെ നിൽക്കണം. മൂപ്പര് കുറച്ച് എന്തോ ഒരു ലയത്തിൽ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെ കൊളാവുന്നത്. അപ്പൊ മൂപ്പര് കൊളല്ല, സ്വിമ്മിംഗ് പൂളാണ്. അത് ഞാൻ പറഞ്ഞു അതല്ല, ഇതിപ്പോ എപ്പോഴാണ് തീരെ നമ്മൾ കഴിഞ്ഞിട്ട് പോകണ്ടേ, കൊളാവുന്നത്. കൊളല്ല, സ്വിമ്മിംഗ് പൂളാണ്, ഞാൻ പൈസ ചെലവാക്കി ഉണ്ടാക്കിയത്. അങ്ങനെ തമാശ എന്താ അവിടെ. അതേപോലെ തന്നെ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അദ്ദേഹം നമ്മുടെ DOP ക്യാമറമാൻ ഫവാസ് കല്ലൻ. ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുറവുണ്ട്. പക്ഷെ അതിമനോഹരമായിട്ട് അദ്ദേഹം ക്യാമറ ഈ സിനിമയ്ക്ക് വേണ്ടി ചലിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടറിയാം അദ്ദേഹത്തിന്റെ മാജിക് എന്താണെന്നുള്ളത്. പിന്നെ നമ്മളെ കൂടെ
ഇതിലുണ്ടായിരുന്ന പിന്നെ നമ്മളെ മിക്ക വർക്കുകളിലൊക്കെ നമ്മൾക്ക് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, അഷ്റഫ് കുറ്റിപ്പുറം, അതേമാതിരി ഗഫൂർ. ഇവരൊന്നും എത്തിയിട്ടില്ല, അവർക്കൊക്കെ ചെറിയ ചെറിയ തിരക്കുകൾ കാണണം. പിന്നെ ബാബു, പിന്നെ നക്ഷത്ര, പുള്ളിക്കാരനെ നമുക്ക് വേണ്ടിയിട്ട് ഇതിൽ വലിയ ക്യാരക്ടർ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും പുള്ളിക്കാരൻ നമ്മളോട് ഒരുപാട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാൾ. നമ്മൾ അവിടെ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അതെ, അവിടെ അവരെ വീടും പിന്നെ പരിസരമൊക്കെ നമുക്ക് പുള്ളി അലൗഡ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അസോസിയേറ്റ് പിന്നെ നമ്മുടെ അസോസിയേറ്റ് അൻസിർ, ഞാൻ അദ്ദേഹത്തെ കൊടുക്കാം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണിത്. അതിനുശേഷം ഒരുപാട് 1-2 പടങ്ങൾ എനിക്ക് വേറെ വർക്ക് ചെയ്യാൻ കിട്ടി. എന്തായാലും നല്ലൊരു ക്രൂ ആണ്. നല്ലൊരു ക്രൂ ആണ്. നല്ല ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മുടെ സിനിമയിൽ ആക്ഷൻ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ പ്രമോദ്, അദ്ദേഹം ടിക്കി ടോക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ നല്ലൊരു വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനും ഞാൻ നമ്മുടെ ക്രൂവിൻ്റെ പേരിൽ താങ്ക്സ് ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഫൈറ്റിൻ്റെ ക്രെഡിറ്റ് മൊത്തം അദ്ദേഹത്തിനാണ്. ഫൈറ്റ് മാസ്റ്റർ പുള്ളിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ ഫൈറ്റ് ചെയ്തു തന്നത് പുള്ളിക്കാരനാണ്. നമ്മൾ പിന്നെ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതതിൻ്റെ കറക്റ്റായിട്ട് ആ ഫൈറ്റ് സീക്വൻസ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ജാൻ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, ഈ ഫൈറ്റ് സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് വന്നിരുന്നു. അവരിവിടെ എത്തിയിട്ടില്ല. അവരൊക്കെ ഭയങ്കര കരുത്തുള്ള ആളുകളാണ്. അവരൊന്നും തല്ലിടാനുള്ള കഴിവൊന്നും ഞങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അതില് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇവന് പിടിച്ചിട്ട് വലിച്ച് എറിയുന്നൊരു സീൻ ഉണ്ടായിരുന്നു, സീക്വൻസ് ഉണ്ടായിരുന്നു. അതിൽ പുള്ളിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ഇതായി. അതൊക്കെ ഭയങ്കര നമുക്ക് ആ ടൈമിൽ ഫീൽ ചെയ്തു. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നമുക്ക് ക്രോപ്പോ ബെഡോ കാര്യങ്ങളൊന്നും കരുതാൻ കഴിഞ്ഞില്ല. നമ്മൾ സ്പോട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ അതിനുവേണ്ടി അവർ സഹകരിച്ചു. ചെയ്തതിന് ഭയങ്കര നന്ദിയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സിനിമക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ലൊക്കേഷൻ തിരിഞ്ഞ് നടക്കലും അതും കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ പാടെ ഇപ്പോൾ ഒക്കെ ഒത്തു വന്നു, സിനിമ പുറത്തിറങ്ങാൻ നിൽക്കുന്നു. സങ്കടകരമായിട്ടുള്ള സംഭവങ്ങൾ വലിയ നമുക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും നമ്മള് അതായത് ചില അല്ല, ആക്ഷൻ സംഭവമൊക്കെ ചെയ്ത എല്ലാ ക്രെഡിറ്റും പ്രമോദ് സാറിനാണ്. ഭംഗിയായി ചെയ്തത്. നമ്മളതിന്റെ ഭാഗമായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ എല്ലാ എഫക്റ്റും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല, അത്രയും നന്നായി. ഇയാള് എന്നെ എടുത്ത് സ്വിമ്മിംഗ് പൂളിന്റെ ഫ്ലോറിൽ അടിക്കുന്നുണ്ട്. എങ്ങനെ സാധിച്ചു? ആ സീനപ്പോ ആദ്യം ക്യാമറ ഓൺ ആയില്ല. ബഡ്ജറ്റ് ചെയ്യുന്ന സാധനം ഞങ്ങൾ ചെറിയ ബഡ്ജറ്റില് ഒതുക്കിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ കടന്നു പോയിരുന്നു. എന്തായാലും ഒരു സിനിമ, നല്ലൊരു സിനിമ ഉണ്ടായെന്നുള്ള ആഗ്രഹമാണ്. ഇതിൽ എല്ലാവരും അഭിനയിക്കാനും എല്ലാവരും ആഗ്രഹത്തിന്റെ പുറത്ത് ഇതിലേക്ക് അതായത് കയ്യും മെയ്യും മറന്ന് കഴിവിനേക്കാൾ ഉപരി ആഗ്രഹം. പിന്നെ നമുക്ക് നമ്മുടെ നായികമാരായാലും അവരായാലും നമുക്ക് ഒരുപാട് അവര് നമ്മളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴും ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി യൂണിറ്റ് അതായത് ക്യാമറ, അത് ഞങ്ങളെ മുന്നോട്ടുള്ള എല്ലാ വർക്കിനും ഉണ്ടാകുന്ന ഒരു ഹെൽപ്ഫുൾ മാനാണ്. ഞങ്ങളെ സ്വപ്നങ്ങൾക്ക് പുള്ളി കൂടി ഞങ്ങളെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നത്. അതേമാതിരി ഇതിപ്പോ ഞങ്ങൾക്ക് 2 വർക്കായിട്ട് ഇപ്പൊ ഞങ്ങളെ കൂടെ ഉണ്ട്. എന്തിനും ഏതിനും ഞങ്ങളെ കൂടെ ഉണ്ടാകുന്ന ഒരു പുതിയ സുഹൃത്തു കൂടിയാണ്. നമ്മുടെ നായികമാർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ആ എക്സ്പീരിയൻസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ നിന്ന് വീണതോ അവിടെ വളരെ രസകരമായിട്ട് സംഭവങ്ങൾ വല്ലതും മനസ്സിൽ ഓർമ്മയുണ്ടോ? എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള ഓർമ്മയൊന്നും കിട്ടണില്ല. നിനക്കൊരു ഓർമ്മ അയ്യോ, എന്താണോ? അവനെ നായി അടിച്ചു. അതെ, അത് ശരിയാ, അതുണ്ടായിരുന്നു. എന്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ക്യാരക്ടർ ചെയ്ത കുട്ടി. അതെ, ഞങ്ങൾ വിളിക്കുന്ന സമയത്തൊന്നും അവൻ കറക്റ്റ് എത്തൂല. പിന്നെ വല്ല നായക്കട പിന്നാലെ ഓടുമ്പോഴാവും അവൻ അവിടെ ഉണ്ടാവും. അതെ, അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ എന്ത് പറഞ്ഞാലും
നമുക്ക് നമ്മളുടെ ആ യൂണിറ്റ് വളരെ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിൽ തൊട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. അതേപോലെ നമ്മൾ പരിമിതികൾ വെച്ചുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ഒരു കുടുംബത്തെ പോലെ നമ്മൾക്ക് ആ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ആ ഇത് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മളെടുത്ത എഫേർട്ട്, അതേപോലെ ഇതിന് നമ്മൾ മുടക്കിയ നമ്മുടെ മനസ്സുകൊണ്ടുള്ളയും ശരീരം കൊണ്ടുള്ള എഫേർട്ട് അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രേക്ഷകർ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നമ്മൾ വിജയിക്കുന്നത്, അല്ലേ? ഇതേപോലെയുള്ള വലിയ വലിയ ടീമുകൾ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. ഏറ്റവും വലിയ ടീമാണ്. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിപ്പം നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ഈ ചാനലിൽ നമ്മളൊപ്പം നിൽക്കാൻ സാധിച്ചത് തന്നെ നമ്മളുടെയൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ ഭായി, മുനവർ ഭായി ഒക്കെ അടുത്ത ഒരു വലിയ ഇതിലേക്ക് എത്തിപ്പെട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് എല്ലാവരും, നമ്മൾ മാത്രമല്ല, നമ്മളുടെ ഇത് കാണുന്ന ബോസ്കോ കാണുന്ന ക്രൂശിതർ കണ്ടതിന് ശേഷം ബോസ്കോ കാണുന്ന ഓരോ പ്രേക്ഷകരും ഓരോരുത്തരും നമ്മൾക്ക് അതിനുള്ളൊരു തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം എല്ലാവരും കാണുക. വളരെ ഗംഭീരമായിട്ട് തന്നെ അതിന് നല്ല റീച്ച് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്കും എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ വണ്ടി ഓടിച്ചത് മാത്രമല്ല, വേറെന്തോ ഒരു സംഭവങ്ങളുണ്ട്. എന്താണ്? നായ കടിച്ചു, വണ്ടി ഓടിച്ചു, പിന്നെന്താ വേറെ ഒരു ഡ്രസ്സിന്റെ കഥ പറഞ്ഞിരുന്നല്ലോ. ഇല്ല, എന്നാലും പറയും, കേക്കട്ടെ. എന്തായാലും എല്ലാവരും കണ്ട കാര്യമാണ്. അന്നു കുറച്ചിട്ട് പബ്ലിക്കായിട്ട് പറയണ്ട, അതിങ്ങനെ കുറച്ച് സെൻസർ ചെയ്തിട്ട് നമ്മള് വൻ വിജയാകുമെന്ന് വിചാരിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേ. ഇത് ചിലപ്പോ മേ ബി കേട്ട് കഴിഞ്ഞാൽ അവര് പിന്നെ വേണ്ട. ഒരു ഫസ്റ്റ് ഡേ വന്നിട്ട് ഇവള് പിന്നെ അഭിനയിക്കാൻ വന്നിട്ട് ഇവള് ഒരു 4 മണി 5 മണി വരെ വെറുതെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയാം, ഞാൻ പോട്ടെ, എനിക്ക് എനിക്ക് പോട്ടെ, എനിക്ക് ഇനി ഉണ്ടോ ക്യാരക്ടർ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ആയിട്ടില്ല, പോകാന്ന്. അങ്ങനെ രാത്രിയാണ്, പിന്നെ ഒന്നും ചെയ്യാതെ അന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഭക്ഷണം മേടിച്ചു തന്നോ? നമ്മുടെ അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത് ഇന്ന് തീർക്കുന്നു വിചാരിക്കണോ? എന്താണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണമായിട്ട്? കാര്യമായിട്ടായിക്കോട്ടെ. കേട്ടല്ലോ, രണ്ടുപേരും അന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും മേടിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മുടെ ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, ഈ ലൊക്കേഷനിൽ നമ്മുടെ ഈ ലൊക്കേഷൻ ഞങ്ങള് ഇത് ഓക്കാക്കാൻ വന്ന്, പിന്നെ ഇത് ഇവിടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഒരു ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഈ റൂട്ട് കൂടി പോകുമ്പോഴെപ്പം പറയും ജാന് നല്ല സൂപ്പർ ഭക്ഷണം. ആ ഭക്ഷണം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെടുക്കണം, അല്ലേ? ഇനി ഇത് തന്നില്ലെങ്കിലും, മുനവർ ഭായി ഫൈസലൊക്കെ മേടിച്ച് തന്നില്ലെങ്കിലും പേടിക്കണ്ട. ഉറപ്പായിട്ടും റസാഖ് ഭായി, നമ്മുടെ റസാഖ് സാറുണ്ട്, പിള്ളേരല്ലേ. പക്ഷെ അന്ന് ബിരിയാണി കഴിച്ചിട്ടാ പിന്നെ പോയത്. ബിരിയാണി കഴിച്ചിട്ടാണ് പിന്നെ പോയത്. ഇസ്മായില് ഇതൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞോട്ടെ, ഇവരൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ്. അപ്പൊ നമുക്ക് എന്തായാലും മേടിച്ചു കൊടുക്കാൻ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവർക്കും സന്തോഷം. എങ്ങനെ നമ്മളെ ഇത് ഇന്റർവ്യൂ എടുത്തിട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളുണ്ട്, എന്താ പറഞ്ഞ എന്തോന്ന് പറയാൻ വന്നു കേട്ടോ. അല്ല, അന്നത്തെ ദിവസം ഒരു ബന്ധായിരുന്നു, കടകളൊക്കെ അടവായിരുന്നു. അപ്പോ ഞാനാണ് ഭക്ഷണത്തിന് പോയ ആള്. ഭക്ഷണത്തിന് പോയപ്പോഴാണ് കടകളൊക്കെ ബന്ധായത് അറിഞ്ഞത്. അപ്പൊ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാർഗം കിട്ടിയില്ല. അതാണ് മാഡം പറയാനുള്ള കാരണം. അത് മാഡത്തിന് അറിയില്ലായിരുന്നു കട ബന്ധായുള്ള കാര്യം. അപ്പൊ സോറി കേട്ടോ, അന്നൊരു കുറ്റപ്പെടുത്തലായിരുന്നു, ഞങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റപ്പെടുത്തലായിരുന്നു. അപ്പൊ പറയാം, കുറ്റപ്പെടുത്തണ്ട, ഭക്ഷണം കൊടുക്കാത്തവരാന്നൊരു കുറ്റപ്പെടുത്തൽ ഉണ്ടായത് ആ പുള്ളിയുടെ നെഞ്ചത്തുകൊണ്ട്. അല്ല, എന്നാലും എന്തായാലും വേറെ കാര്യം, സംഭവം ശരിയാണ്. അല്ല, നമ്മൾ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല, ബന്ധമായിരുന്നു. പക്ഷെ അവർ ക്ഷമിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ക്ഷമിക്കണമെങ്കിൽ, പൂർണ്ണമായിട്ട് ക്ഷമിക്കണമെങ്കിൽ ഇന്ന് നല്ലതുപോലെ എന്തെങ്കിലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നതായിരിക്കും. എന്നാ പിന്നെ അത് പ്രശ്നമില്ല. അപ്പൊ രണ്ടുപേരായി കേട്ടോ. റസാഖ് സാർ പറഞ്ഞു നേരത്തെ ബിരിയാണി മേടിച്ചാലെന്ന് പറഞ്ഞു. അല്ല, സാറിന്റെ ഗുരുവായൂർകാരനാണ്, ചിലപ്പോ ബിരിയാണി കിട്ടണമെന്ന് പറ്റില്ല കേട്ടോ. വല്ല മസാല ദോശ വല്ലതും ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ, പിന്നെ സാറ് പറഞ്ഞ ഒരു വില്ലൻ കഥാപാത്രമാണ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരികയാണ്. എന്നിട്ട് നമ്മളെ ജിമ്മന്മാരുണ്ടല്ലോ, അവര് ബെഡൊന്നും ചെയ്യാതെ അങ്ങനെ വീഴാണ്, മൊത്തം വെച്ചിട്ട്. ഞാൻ കണ്ടിട്ട് ഞാൻ പ്രഭുഭായിനോട് പറഞ്ഞു, ഞാൻ പോവാണ്, എനിക്ക് വീഴാൻ വയ്യ, എനിക്ക് ഇങ്ങനെ വീഴാൻ വയ്യാതെ. ഒരു പുള്ളിയുടെ കൈയൊക്കെ ഒടിഞ്ഞ് ആകെ സ്വീപ്പായി. ഞാൻ എല്ലാം സ്കൂട്ടാ പോയിരുന്നു. പ്രമോദ് സാറ് പറഞ്ഞത് പോവല്ല, നിക്ക് അങ്ങനെ ഒരു ചെയ്ത സംഭവം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ നിന്നതിൽ കാര്യം ഉണ്ടായെന്ന് തോന്നില്ല. തീർച്ചയായും ഇയാള് വെറും വില്ലനല്ല, സിനിമ കാണുമ്പോ അറിയാം എന്താ ചെയ്തു വെച്ചേക്കുന്നത്. ചെയ്തു വെച്ചേക്കെ നമുക്കറിയാം. കാണുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞെട്ടണം, അല്ലേ?
മുന്നൂർ സാർ ആ, നേരത്തെ പിന്നെ അതേപോലെ പറഞ്ഞ തന്നെ ഞെട്ടണം എല്ലാവരും. ഒരാളും കൂടി നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞു, നമ്മളെ മേക്കമ്മൻ ടോണി. ഒരു പാവം, നമുക്ക് വേണ്ട മാതിരി സഹകരിച്ചെന്ന ടോണി കാലിക്കറ്റ്. അദ്ദേഹം വരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇവരെ ചെറുപ്പം കാണിക്കുന്നുണ്ടല്ലോ ആദ്യം തന്നെ. ചെറുപ്പം, ഇവരുടെ ചെറുപ്പം ആ, നമ്മൾ ഇവരുടെ പോസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. ബോസ്കോന്റെ കുട്ടിക്കാലം, ചെറുപ്പകാലം ഉണ്ട്. അതില് നമ്മുടെ JP-യുടെ മകള് ആണ് നമ്മുടെ മറ്റേ ക്രൂശീതറിലും ചെയ്തിരിക്കുന്നത്. ആ, പിന്നെ നമ്മുടെ അപ്പൊ പഴയ അതിന്റെ- പഴയ സിനിമയിലെ നായകൻ വേഷം ചെയ്തൊരു പയ്യനാണ്, ആ, മോനാണ്. ഓക്കെ. ആ, വിജയ് ആണ്. ഇത് അതെ. ഒന്ന് ബോസ്കോന്റെ ഇന്ത്യൻ കുട്ടിക്കാലം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ബോയ് എന്ന് പറയുന്ന ആ, ആ ബോസ്കോന്റെ ഫിലിമിൽ ചെറുപ്പകാലം ചെയ്ത ആണ് ഇപ്പൊ ബോസ്കോയുടെ ചെറുപ്പമായിട്ട് വരുന്നത്. അങ്ങനെ ഉള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്. പിന്നെ കുറെ അതുപോലെ പേരുണ്ട്, തന്നെ അവർക്കൊന്നും നമ്മളന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അപ്പൊ വന്ന് മുന്നൂർ സാർ അന്ന് ഞാൻ അത് ഡബിങ് സമയത്ത് കണ്ടതാണ്. നമ്മളന്ന് ആ സ്കൂളിൽ നിന്ന് കുറച്ച് മക്കളെ പിടിച്ചോണ്ട് വന്നായിരുന്നു. അതെ, അതെ. ഇത് വളരെ നല്ലതുപോലെ അവർ ചെയ്തിട്ടുണ്ട്. ആ, ഉണ്ട്, ഉണ്ട്. വളരെ സൂപ്പർ ആയിട്ട്. ഓക്കെ, ഓക്കെ. അതാ ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തതുപോലെ അവർ അത് ചെയ്തിട്ടുണ്ട്. വളരെ ആ, ഇതാണ്. വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇനിയും നമ്മള് പേരുകൾ പറയാത്ത കുറെ പേരുണ്ട്. പിന്നെ നമുക്ക് ലൊക്കേഷൻ ഒന്നും സഹകരിച്ചവരുണ്ട്. നമുക്ക് നമ്മളെ കൂടെ നിന്ന കുറെ പേരുണ്ട്. ആരെങ്കിലും പേരെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതെ, അതെ. ക്ഷമിക്കുക. നമുക്ക് പിന്നെ അതേമാതിരി ചർച്ച് അതെ, ഇതൊക്കെ തന്ന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നന്ദി അറിയിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബോസ്കോന്റെ വിശേഷങ്ങൾ. അപ്പോൾ ബോസ്കോ ഇപ്പോൾ ഫിനിഷായി, നമ്മൾ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. സ്പീഡ് എൻ്റർടൈൻമെൻറ്റിലൂടെ നമ്മൾ അടുത്ത ദിവസം തന്നെ, അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അതിന് റിലീസ് ഉണ്ടാവും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും വളർന്നു വരുന്ന ചെറിയ കലാകാരന്മാരാണ്. ഞങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത് പിന്നെ സഹകരിക്കുക. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ മറ്റൊരു സിനിമ പൂർത്തീകരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. കൊച്ചി ടു മലബാർ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മുനവർ സാറാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് പൂർത്തിയായി, ഡബിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ സിനിമയും ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ബോസ്കോ പോലെ തന്നെ കൊച്ചി ടു മലബാറിനെയും എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കണം. അതും അടുത്ത ടൈമിൽ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിക്കും, റിലീസിന് ഒരുങ്ങും. അപ്പോൾ എല്ലാവരും, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി അപ്പോൾ എല്ലാവരും ഞങ്ങൾ നിങ്ങൾക്ക് ബായ് പറയുകയാണ്. ഒന്ന് കൈ നീട്ടിക്കോളി.